ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 1. ശ്രീഭഗവാനുവാച മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. എന്നിൽ ആസക്തമായ മനസ്സോടൊത്തും എന്നെ തന്നെ ആശ്രയിച്ചും യാതൊരാൾ യോഗത്തെ അനുഷ്ഠിക്കുന്നുവോ അങ്ങനെയുള്ള നീ സംശയരഹിതമായും സമഗ്രമായും എപ്രകാരമാണോ എന്നെ അറിയുക എന്നത് കേട്ടുകൊള്ളുക. കഴിഞ്ഞ അധ്യായത്തിൽ മറ്റെല്ലാ സാധനകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ധ്യാനയോഗാനുഷ്ഠാനമാണെന്ന് സമർത്ഥിച്ചു. അങ്ങനെ ധ്യാനയോഗാനുഷ്ഠാനം കൊണ്ട് എങ്ങനെയാണ് ആ ഭഗവാനെ സമഗ്രമായി അറിയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആരാണോ എന്നിൽ ആസക്തമായ മനസ്സോടെ എന്ന് പറയുമ്പോൾ വിഷയങ്ങളിൽ ആസക്തമായ മനസ്സിനെ പ്രാഥമിക സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഉയർന്ന് ധ്യാനയോഗത്തിലേക്ക് വന്ന് നിരന്തരമായ ധ്യാനയോഗാനുഷ്ഠാനം കൊണ്ട് വിഷയാകാരത്തെ പ്രാപിച്ച മനസ്സിനെ ബ്രഹ്മാകാരത്തിലേക്ക് ഏകീഭവിപ്പിച്ച് കൊണ്ടുവന്ന ആള്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ പറയുന്നത് എന്നിൽ ആസക്തമായ മനസ്സോടെ എന്ന്. അങ്ങനെയുള്ള ആള് എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഇവിടെ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് എന്നിൽ ആസക്തമായ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പുറമെയുള്ള ഭഗവാനെ അല്ല, തന്നിൽ താനായി നിലകൊള്ളുന്ന ആ ആത്മ ചൈതന്യത്തെ, അതിൽ ആസക്തമായ എന്നെ തന്നെ, എന്നിൽ ഞാനായി നിലകൊള്ളുന്നതിനെ തന്നെ. കാരണം ധ്യാനത്തിൽ പുറമേക്കല്ല ഈശ്വരാന്വേഷണം ചെയ്യുന്നത്, തന്നിലേക്കാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാള് സംശയലേശമെന്യേ സമഗ്രമായും എന്നെ അറിയും. അതെപ്രകാരമാണെന്ന് ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥം. അപ്പോൾ ആരാണോ ഈ ധ്യാനയോഗാനുഷ്ഠാനം കൊണ്ട് എന്നെ അറിയുന്നത്, അവരെ എങ്ങനെ അറിയുന്നത്? ദേശകാലാന്തരത്തിലുണ്ടാവുന്ന അനുഭവവിശേഷങ്ങളെ അറിയുന്നവനല്ല, ഏതെങ്കിലും ദേശകാലങ്ങളിൽ ജീവിച്ച ഏതെല്ലാമോ ജ്ഞാനികൾക്കും പ്രവാചകർക്കും ഉണ്ടായ അറിവിനെയും അനുഭവത്തെയും കുറിച്ചല്ല, നേരിട്ട് സാക്ഷാത്കരിക്കാവുന്ന അറിവിനെയാണ് ഞാൻ പറയുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. ഇത് പുറമേ അല്ല അറിയുന്നത്, ആരാണ്ടോ പറഞ്ഞിട്ടുള്ള അറിവല്ല. അങ്ങനെ അവർ സാക്ഷാത്കരിച്ചിരുന്നു, ഇവർ പറഞ്ഞിട്ട് അറിഞ്ഞതൊന്നുമല്ല. ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ജ്ഞാനം വിജ്ഞാനം എന്നാണ്, ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ്. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുക. എന്നാൽ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സ്വാനുഭവത്തിൽ വരുമ്പോഴാണ്, ആനുഭവികമായ അറിവാകുമ്പോഴാണ്. അത് നിനക്ക് അനുഭവത്തിൽ നേരിട്ട് സാക്ഷാത്കരിക്കാവുന്ന അറിവിനെയാണ് എന്ന ഭാവം. അങ്ങനെ നിരന്തരമായ തത്വാനുസന്ധാനത്തിലൂടെ ധ്യാനയോഗാനുഷ്ഠാനത്തിലൂടെ നിയോഗിക്കപ്പെടുന്ന മനസ്സ് അഭ്യാസ വൈരാഗ്യഹേതുവായ നിത്യാനിത്യ വിവേകം ചെയ്തിട്ട്, അങ്ങനെയുള്ള ഉപായങ്ങളെ കൊണ്ട്, നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുമ്പോൾ കാണുന്നതിൽ മുഴുവൻ നിത്യമേത് അനിത്യമേത് എന്ന് വിവേചനം ചെയ്ത്, ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയിൽ അതിൽ നിത്യമായത് എന്താണ്, അനിത്യമായത് എന്താണ്,
അങ്ങനെ അനിത്യമായതിനെ നീക്കം ചെയ്താൽ നിത്യമായത് ആത്മാവാണെന്നറിയും. ആ ആത്മാവ് സർവത്തിലും ഏകമാണെന്നറിയും. ഇങ്ങനെ ഈ നിത്യാനിത്യ വസ്തു വിവേകങ്ങളാകുന്ന ഉപായങ്ങളെ കൊണ്ട് ഇതര വിഷയങ്ങളിൽ നിന്നൊക്കെ ക്രമികമായി പിന്തിരിഞ്ഞ് വിഷയങ്ങളുടെ നശ്വരതയെ അതിക്രമിച്ച് അങ്ങനെ യാതൊരാൾ എല്ലാറ്റിലും ആത്മദൃഷ്ടി വന്നിരിക്കുന്നുവോ, എന്ത് കാണുമ്പോഴും ആത്മാവിനെയാണ് കാണുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മാ പൂജയാണ് അവിടെ നടക്കുന്നത്. ഈശ്വര പൂജ തന്നെയാണ് നടക്കുന്നത്, ആത്മാവല്ലാതെ ഒന്നുമില്ല. മനസ്സ് പൊതുവെ സങ്കല്പ വികല്പാത്മകമാണെന്ന് നമ്മൾ പഠിച്ചു. അതങ്ങനെയാണ്. പല പല വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പം ഉണ്ടാവും, വികല്പം ഉണ്ടാവും. അങ്ങനെ വട്ടം കറങ്ങുന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം. എന്നാൽ ഇങ്ങനെയുള്ള മനസ്സിനെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ നിരന്തരമായ അഭ്യാസങ്ങളെ കൊണ്ട് നിത്യാനിത്യ വസ്തു വിവേകങ്ങളാകുന്ന അഭ്യാസങ്ങളെ കൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു, ഈ പരമാത്മാവിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ മൈ ആസക്തമന എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാനിൽ തന്നെ ആസക്തമായ മനസ്സോടൊത്തയാൾ, അല്ലാതെ ഇതര വിഷയങ്ങളിൽ ആസക്തമായവനല്ല. കാണുന്ന വൈവിധ്യങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നവനല്ല. ആ വൈവിധ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന പൊരുൾ സത്യത്വം ഏകമാണെന്നറിഞ്ഞ് എല്ലാറ്റിനെയും കാണുമ്പോഴും അതിൽ അന്തർലീനമായിരിക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് അതിലാസക്തമായ മനസ്സോടുകൂടി ഇതര വിഷയധ്യാനങ്ങളിലേക്ക് പോകാതെ എന്ത് കാണുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആത്മധ്യാനമാക്കിക്കൊണ്ട് ഇങ്ങനെ പരമാത്മാനുസന്ധാനത്തിൽ ആമഗ്നനും ആസക്തനുമായി കഴിയുന്ന ആൾ ആരാണോ അയാള് ആത്മസാക്ഷാത്കാര സമ്പന്നനാകും. അയാൾക്ക് ഏതെങ്കിലും പുരുഷാർത്ഥത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന തലമല്ല അയാളുടേത്. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ ബാഹ്യങ്ങളാണ്. അതായത് പലവിധ കാര്യസാധ്യത്തിനായിക്കൊണ്ടുള്ളതാണ്. ധർമ്മത്തിൽ ചരിക്കൂ, ധർമ്മത്തിനനുസരിച്ച് അർത്ഥം സമ്പാദിക്കൂ, ആ അർത്ഥത്തിനനുസരിച്ച് അനുവദിക്കുന്ന കാമം ആവൂ, അങ്ങനെ ക്രമികമായി മുക്തിയെ പ്രാപിക്കൂ. ഇതാണ് പുരുഷാർത്ഥം. ഇപ്പം ഇയാളെ സംബന്ധിച്ച് അങ്ങനെയുള്ളതൊന്നും പ്രസക്തമല്ല. എല്ലാറ്റിലും അയാൾ ആത്മദൃഷ്ടിയാണ് കൈവരുന്നത്. അയാളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അയാൾ ഒരു പുരുഷാർത്ഥത്തിനും ഇച്ഛിക്കുന്നില്ല. കാരണം എല്ലാം ഭഗവത് ഇച്ഛ തന്നെയാണ്. എന്ത് ലഭിക്കുന്നുവോ അതെല്ലാം ഭഗവത് പ്രസാദം തന്നെയാണ്. അയാളെ സംബന്ധിച്ച് അയാൾ എപ്പോഴും ഈശ്വരൈക സ്മരണനായി ഭവിക്കുന്നു. എന്ത് കാണുമ്പോഴും ഈശ്വരനെയാണ് അയാൾ കാണുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഈശ്വര പൂജയാണ് അയാൾ ചെയ്യുന്നത്. അയാൾ മറ്റ് നിത്യ നൈമിത്യ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രായശ്ചിത്താദി കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഭഗവാനാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. എല്ലാറ്റിലും ഭഗവാനാണ്. എല്ലാറ്റിലും അയാൾ ഭഗവാനെ തന്നെ കാണുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആഭരണ വൈവിധ്യങ്ങൾ ലക്ഷക്കണക്കിനുണ്ടെങ്കിലും അതിലെല്ലാം അത് സ്വർണം എന്നുള്ളത് ഏകമാണ്. ഇതുപോലെ ആഭരണ വൈവിധ്യങ്ങളിൽ അയാൾ കുടുങ്ങിപ്പോകുന്നില്ല, അയാൾ സ്വർണത്തെ മാത്രം കാണും. അതുപോലെ സ്വർണദൃഷ്ടി എങ്ങനെ കൈവരുന്നുവോ അതുപോലെ എല്ലാറ്റിലും ആത്മദൃഷ്ടി കൈവരുന്ന ഒരാൾക്ക് ഈ ബാഹ്യങ്ങളായ ഒന്നിലും അല്ല അയാൾ ആസക്തനായിരിക്കുന്നത്. അയാൾ ആത്മാവിൽ തന്നെ ആസക്തനായിരിക്കുന്നു. എല്ലാം ഭഗവത് ഇച്ഛയാണ്. ഇച്ഛ നടക്കട്ടെ എങ്ങും. എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്നു. അല്ലാതെ അയാൾ ഒന്നിനു വേണ്ടിയിട്ടും ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പുരുഷാർത്ഥങ്ങളും ചെയ്യുന്നില്ല. ഒരു നിത്യനൈമിത്തിക പ്രായശ്ചിത്ത കർമ്മങ്ങളും അയാൾ വ്യത്യസ്ത ഫലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ ചെയ്യേണ്ടതില്ല. എല്ലാം ഭഗവത് ഇച്ഛ തന്നെയാണ്. ഭഗവത് ഭിന്നമായിട്ട് അയാൾ ഒന്നും കാണുന്നില്ല. അയാൾ അവിടെ ധർമ്മ അധർമ്മങ്ങളെ ഒക്കെ വിട്ട് കേവലം ആത്മാനുസന്ധാനത്തിൽ അഭിരതനായി കഴിയുന്നു.
അപ്പൊ ധ്യാനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാള് ജപേ വിനിയോഗം, അയാൾ എന്തിനു വേണ്ടിയാ ജപിക്കുന്നത്? വേറെ ഒരു കാര്യത്തിനുമല്ല, ആ ആത്മാവിനെ അറിയാനാണ്. അങ്ങനെയുള്ള ഒരാള്, വേറെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾ, എല്ലാം എന്ത് ലഭിക്കുന്നുവോ അതെല്ലാം ഭഗവാൻ തന്നെയാണ് തരുന്നത്. ഭഗവാന്റെതല്ലാത്ത അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് അയാൾ നിശ്ചയമായും ഭഗവത് തത്വജ്ഞാനിയായിത്തീരും, സംശയമില്ല. സമഗ്രമായി നീ എന്നെ അറിയും. എന്നിട്ട് അവിടെ ഭാഷ്യകാരൻ പറയുക, വിഭൂതി ബല ശക്തി ഐശ്വര്യാദി ഗുണസമ്പന്നം മാം യഥാ ഏന പ്രകാരേണ ജ്ഞാസ്യസി. വിഭൂതി ബല ശക്തി ഐശ്വര്യാദികളാകുന്ന ഗുണങ്ങളോടുകൂടിയ എൻ്റെ ഭാവത്തെ സംശയരഹിതമായി ഇന്നതാണ് ഭഗവത് രൂപം എന്ന വണ്ണം നീ അറിയും. ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന സർവ്വവിഭൂതികളും സർവ്വബലവും സർവശക്തിയും സർവ്വ ഐശ്വര്യങ്ങളും അത് ഭഗവാന്റേതാണ് എന്ന് അയാൾ അറിയുന്നു. സർവ്വഗുണങ്ങളും അവിടുത്തെ ഗുണങ്ങളാണ്, എൻ്റെ ഗുണമല്ല. നമ്മുടെ ബലവും അവിടുത്തെ ബലമാണ്, എല്ലാ ബലവും അവിടുത്തെ ബലമാണ്, എല്ലാ ശക്തിയും അവിടുത്തെ ശക്തിയാണ്, എല്ലാ ഐശ്വര്യങ്ങളും അവിടുത്തെ തന്നെയാണ്, അല്ലാതെ എൻ്റേതായ ഒന്നുമില്ല. ഇങ്ങനെ സർവമഹിമകളോടൊത്ത് ബഹുവിധങ്ങളായ ബലത്തോടൊത്തും ഇച്ഛ ക്രിയാ ജ്ഞാനശക്തികളോടൊത്തും ആയിരിക്കുന്ന ആ സർവഭാവത്തെയും ഉൾക്കൊള്ളുന്ന ഭഗവാനെ, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്നാൽ നിർവിശേഷമായിരിക്കുന്ന ആ പരമാത്മഭാവത്തെ ഒന്നാണെന്ന് നീ അറിയും. അത് പലതല്ല. വൈവിധ്യങ്ങളിൽ നാനാത്വത്തിൽ ഏകത്വത്തെ നീ ദർശിക്കും. ആ അദ്വിതീയമായ പരമേശ്വരന്റെ ഭാവത്തെ നീ അറിയും. ഈ ഉപാധിഭേദത്താൽ സ്വാഭാവികമായി യാതൊന്നാണോ കാണപ്പെടുന്നത് അതെല്ലാം നിരുപാധികമായി നിർവിശേഷമായ പരമാത്മാവ് തന്നെ എന്ന് ഈ ഒരു അറിവിനെ നീ സാക്ഷാത്കരിക്കും. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ സംശയലേശമെന്നെ അറിയും. അപ്പം നമ്മുടെ മനസ്സ് ബുദ്ധി അതിനനുസൃതമായി വികസിതമായി ആ അപരിമേയനായ ആത്മാവിനെ അറിയാൻ സാധിക്കും. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആത്മതത്വത്തെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ ബുദ്ധിതലത്തിൽ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ ഈ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച ഏകാഗ്രമാക്കപ്പെട്ട ധ്യാനയോഗാനുഷ്ഠാനം കൊണ്ട് മനസ്സിൻ്റെ സർവ പരിമിതികളും ലംഘിച്ച് ആത്മാനുഭൂതി കൈവരുത്താൻ ഈ വേദാന്ത ശാസ്ത്രം ഉപദേശിക്കുന്നു. ഭോഗാസക്തമായിരിക്കുന്ന മനസ്സ് പോലെ അശുദ്ധവും ശിഥിലവുമല്ല ഈ ധ്യാനയോഗാനുഷ്ഠാനം ചെയ്യുന്ന മനസ്സ്. അത് വിവേകബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വർത്തിക്കുന്ന, അത് ശുദ്ധമാണ്, സമാഹിതമാണ്. ആ ശുദ്ധമായ മനസ്സ് ധ്യാനത്തിൽ ഉറയ്ക്കുമ്പോൾ ആത്മാനുഭൂതി കൈവരുന്നു. സർവത്തിലും ആത്മാനുഭൂതി കൈവരുന്നു, സർവത്തിലും ആത്മദൃഷ്ടി കൈവരുന്നു. അയാളെ സംബന്ധിച്ച് അവിടെ സുഖദുഃഖ മാനാപമാന നിന്ദാസ്തുതികളൊന്നും ബാധിക്കുന്നില്ല. എല്ലാം ഈശ്വരീയമായി തീർന്നു. ഈശ്വര ഭിന്നമായ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവിടെ തനിക്ക് വ്യത്യസ്ത ഭാവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമതൊന്നില്ലല്ലോ. അതുകൊണ്ട് അയാളിൽ എപ്പോഴും ആനന്ദം മാത്രമേയുള്ളൂ. വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ വരുന്ന ഒരാളിൽ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, മാനമുണ്ടെങ്കിൽ അപമാനമുണ്ട്, നിന്ദയുണ്ടെങ്കിൽ സ്തുതിയുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, പൂജയുണ്ടെങ്കിൽ പരിഭവമുണ്ട്. അങ്ങനെ ഉഴറുകയാണ്. പക്ഷേ എല്ലാറ്റിലും ആത്മദൃഷ്ടി കൈവന്ന ആൾക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. കാരണം ആത്മഭിന്നമായി ഇവിടെ ഒന്നുമില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയിലാണ് നടക്കുന്നത്. എല്ലാം ചെയ്യുന്നത് ഈശ്വര പൂജയായിട്ടാണ്. ഈശ്വര ഭിന്നമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. എന്നാൽ വൈവിധ്യങ്ങളെ അയാൾ മറ്റുള്ളവരിൽ അധികം കാണുന്നുണ്ട്. വൈവിധ്യങ്ങൾ കാണാത്ത ആളല്ല, മറ്റൊരാളെക്കാൾ കാണുന്നുണ്ട്.
സ്വർണത്തെ കാണുന്ന ആള് ആഭരണത്തെയും കാണുന്നുണ്ട്. പക്ഷെ ആഭരണ വൈവിധ്യങ്ങളിലല്ല അയാൾ കുടുങ്ങിയിരിക്കുന്നത്. അയാൾ സ്വർണ്ണ ദൃഷ്ടി ഉറച്ച ആളാണ്. ഇതുപോലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പരമാത്മ വിഷയമായ ജ്ഞാനത്തെ ഞാൻ ഇനിയും വിശദമാക്കി തരാം എന്ന് ഭഗവാൻ പറയുകയാണ്. ആത്മാനുഭവത്തെ അനുഭവമാണ്, അനുഭവവേദ്യമാക്കി തരാം. അല്ലാതെ ആരാണ്ടോ പറഞ്ഞു എന്ന് പറയാൻ പോകല്ല, നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ അനുഭവത്തിലേക്ക് ആക്കിത്തരാം എന്ന് പറയുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്.